ഹായ്, ഗ്രേസ് ഹോം എന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നോക്കൂ, ഇതൊരു സൂഷി എന്ന ഒരു ചൈനീസ് ഐറ്റമാണ്. പക്ഷേ വളരെ ടേസ്റ്റോടുകൂടിയും ഈസി ആയിട്ടും ഇത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കിയാലോ. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ വളരെ റേറ്റുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. എന്നാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഐറ്റംസൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് സീവീഡ് ഒരു ഷീറ്റാണ്. ഇതുണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ സൂഷി ഐറ്റംസ് നമ്മൾ അടിച്ചു കൊടുത്താൽ ഇത് റോൾ ചെയ്യാനായിട്ടുള്ളൊരു ഷീറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സൂഷി റൈസും ഓൺലൈനിൽ തന്നെ അവൈലബിളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ സൂഷി വളരെയധികം ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. നോക്കൂ, ഈ റൈസ് കുറച്ച് സ്റ്റാർച്ചൊക്കെയുള്ള ഒരു റൈസാണിത്. ഇതാദ്യം തന്നെ നമുക്ക് നന്നായിട്ട്, ഞാനിപ്പോൾ ഒരു കപ്പ് അരിയേ എടുക്കുന്നുള്ളൂ. അതിനകത്ത് നന്നായി കഴുകിയ ശേഷം ഒരു 2.25 കപ്പ് വെള്ളമൊഴിച്ച് ഊറ്റിക്കളയുകയല്ല, നമ്മളതിനകത്ത് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ടേ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് തയ്യാറാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ട് അതിനകത്ത് ഗാർലിക് പൗഡർ ഉണ്ടല്ലോ, വെളുത്തുള്ളിയുടെ പൗഡർ, അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അത് 2 പാർട്ടാക്കുക. അതിൽ ഒരു പാർട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ ബാറ്റർ ഉണ്ടാക്കാം. ബാക്കി ഭാഗം ആ പ്ലേറ്റിൽ തന്നെ വയ്ക്കുക. അത് നമുക്ക് ഈ സൂഷി ഉണ്ടാക്കാനായിട്ട് പല ഐറ്റംസ് ഉപയോഗിക്കാം. അതിലൊരു ഐറ്റം പ്രോൺസാണ്, ചെമ്മീനില്ലേ, അത് വറുത്ത് നമുക്ക് ഉപയോഗിക്കാൻ നോക്കുക. ഇതിനകത്ത് വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റണം. ബാറ്റർ ഉണ്ടാക്കുക, ഇതേപോലെ പൊടി ബാക്കി വയ്ക്കുക. എന്നിട്ട് ചെമ്മീൻ എടുത്തിട്ട്, ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെമ്മീനും വെജിറ്റബിൾസും മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് ഈ ബാറ്ററിൽ മുക്കിയ ശേഷം വീണ്ടും അത് ആ മൈദയ്ക്കകത്തോട്ട് മുക്കി ഒരു കോട്ടിങ് ആക്കി എടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഓവർ കുക്ക്ഡ് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വളരെ നല്ല സ്മെല്ലാണ്. എന്നാൽ ഈ പ്രോൺസ് വെച്ചുണ്ടാക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തരും. വെജിറ്റബിൾ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ കൂടെ സാധാരണ ചിലപ്പോൾ ചിലർ സാൽമൺ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പ്രോൺസ് വെച്ചിട്ട് ഉണ്ടാക്കാം. നോക്കൂ, ഈ ബാറ്ററി മുക്കിയതിന് ശേഷം ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് 2 വശവും നന്നായിട്ട് ആ പൗഡർ മൈദ കോട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് നമുക്കൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഓവർ കുക്ക്ഡ് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. 2 വശവും നന്നായിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു 3-4 പീസേ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ വച്ചിരുന്നത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ശേഷം ഇതിനെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് നീളത്തിലരിയുക, ഒരു ക്യാരറ്റിൻ്റെ പീസ് നീളത്തിലരിയുക, കുക്കുംബറും അരിഞ്ഞെടുക്കുക. അതായത് സാലഡ് കുക്കുംബറില്ലേ, അതും കൂടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനത് കട്ട് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ വേണം ഒരു സോസ് ഉപയോഗിക്കാം. മയോണൈസ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിസയ്ക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന സോസാണെങ്കിലും ഇതിന് ചെറിയൊരു കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് കുറച്ചും കൂടെ സോസാണ് ഇഷ്ടം. അതിലൊരു നല്ല മധുരവും ഒരു പുളിപ്പും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പം ഈ പ്രോൺസിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, അതും അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ വെജിറ്റബിളിൻ്റെ ആ റോ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര ടേസ്റ്റാണ് ഈ സൂഷിക്ക്. അതുപോലെ തന്നെ ഈ സ്റ്റാർച്ച് വളരെ സോഫ്റ്റായിട്ട്, ഈ റൈസ് കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റായിട്ടുള്ള, എന്നിട്ടത് നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഈ റൈസ് റെഡിയായി കഴിയുമ്പോൾ അതിനുശേഷം ചെറിയൊരു സാധനം കൂടെ അതിനകത്ത് ചേർക്കേണ്ടതുണ്ട് റൈസിനകത്ത്. ഇതാ നോക്കൂ, ഈ പ്രോൺസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ പരുവത്തിലാവുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഈ ബാംബൂ ഷീറ്റിൽ, ഇതാണ് ആ സീവീഡ് ഷീറ്റ്. ഇത് എഡിബിളാണ്, നമുക്ക് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ ബാംബൂവിൻ്റെ ചെറിയ ഷീറ്റ് ഓൺലൈൻ വാങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോ എവിടെയെങ്കിലും വെച്ച ശേഷം
ഈ സീവീഡ് ഷീറ്റ് അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. നോക്കൂ, ഇങ്ങനെ കീറലൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. റൈസ് പുറത്തു പോകാത്ത വിധത്തിൽ നമ്മളിത് റോള് ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ ബാംബൂ ഷീറ്റ് വച്ചിരിക്കുന്നത്. നോക്കൂ, റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റൈസിനകത്തെ 1 സ്പൂൺ വിനാഗിരിയും 1/4 ടീസ്പൂൺ ഷുഗർ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഈ റൈസിനകത്ത് ചൂടാറിയ ശേഷം ഒന്ന് ഇളക്കി ചേർക്കാവുന്നതാണ്. നോക്കുക, ഇതിങ്ങനെ ഒഴിച്ച്, ഇതിന് നല്ലൊരു സ്റ്റാർച്ച് ഉണ്ടാകും ഈ റൈസിന്. എങ്കിൽ മാത്രമേ നമുക്കിത് പരത്തി ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. റോൾ ചെയ്തെടുക്കണം ഈ ഷീറ്റ്. അപ്പോൾ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യുക. കണ്ടോ, ഇതാണ് ഈ റൈസിൻ്റെ പരുവം. അപ്പം ഇത് നമുക്ക് ഇനിയും ഈ സീവീഡ് ഷീറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൈ വെച്ച് പരത്താവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഈ 4 വശത്തും ചേർന്നിരിക്കത്തക്ക വിധത്തിലായിരിക്കണം ഇത് പരത്തിയെടുക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണിത്. കൈ വെച്ച് നന്നായിട്ട് പരത്തുക. പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സെസമി സീഡ്സ് ഉണ്ടല്ലോ, എള്ള്, വെളുത്ത എള്ള്, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സെസമി സീഡ്സ്. അത് നമുക്കിതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോക്കുക, ഈ വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രോൺസും ഈ വെജിറ്റബിൾസും ഈ റൈസിൻ്റെ മുകളിലായി ഇതുപോലെ നിരത്തി കൊടുക്കുക. നമുക്ക് ഈ ഒരു റോള് വേണമെങ്കിൽ 2 ഐറ്റം പ്രോൺസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരരികിലായിട്ട് മാത്രം. നോക്കുക, ക്യാമറ ഒരു ശകലം ഷെയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അരികിലായി മാത്രം പ്രോൺസ് വെച്ച്, അതിന് ശേഷം ക്യാപ്സിക്കം വെച്ചു, ക്യാരറ്റ് വെക്കും. നോക്കുക, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുക്കുംബറും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ശേഷം നമുക്കിഷ്ടമുള്ളൊരു സോസ്, ചിലർ ഇതിനകത്ത് മയോണൈസ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എനിക്കെന്നാൽ കുറച്ചും കൂടി ഇഷ്ടം ഈ പിസ്സയ്ക്കൊക്കെ ഒഴിക്കുന്ന സോസാണ്. അതിനാവുമ്പോൾ കുറച്ച് സ്വീറ്റായിരിക്കും, അതുപോലെ തന്നെ പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ശേഷം നോക്കുക, ഈ ബാംബൂ ഷീറ്റ് പുറമേ നിന്ന് ഇത് വെച്ചിട്ടുള്ള ബാംബൂ ഷീറ്റ് കേട്ടോ, അത് നമുക്കിങ്ങനെ കണ്ടോ, ഇങ്ങനെ ചുരുട്ടി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചുരുട്ടിയെടുത്ത് അത്രയേ ഉള്ളൂ, സൂഷി റെഡിയായി കഴിഞ്ഞു. എന്ത് എളുപ്പമാണല്ലേ. ഇതിനകത്ത് വയ്ക്കാനുള്ള സംഗതികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഷീറ്റ് ഒരു ശകലം പൊട്ടിയത് കൊണ്ടാണ് അങ്ങനെ. എന്നാൽ പിന്നീടിത് വളരെ സാവധാനം സൂക്ഷിച്ച് നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം മുറിഞ്ഞ് ഉള്ളിലായിട്ട് ഇരിക്കും. നോക്കൂ, വളരെ സ്വാദിഷ്ടവും രുചികരവുമായ ഒരു സൂഷി നമ്മുടെ വീട്ടിൽ എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കൂ. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെന്നാൽ ഭയങ്കര റേറ്റും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫുഡാണിതല്ലേ. എന്നാലും നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എനിക്കേറെ ഇഷ്ടം ചെന്ന ഒരു ഫുഡ് ഐറ്റമാണിത്. ഞാനിത് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ആദ്യം കഴിച്ചത്. അതിനുശേഷം ഞാൻ മിക്കവാറും ഈ ഫുഡ് എവിടെയെങ്കിലും കണ്ടാൽ അത് ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു കൊതിയൊക്കെ തോന്നുമ്പോഴേ വെറുതെ പൈസയൊന്നും ചിലവാക്കാതെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.